സത്യേട്ടൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, മോഹൻലാൽ പലപ്പോഴും സിനിമ ഇല്ലാത്ത കാലത്തും എന്നെ ഫോണിൽ വിളിച്ചിട്ട് പലപ്പോഴും പലതവണ പറ്റിച്ചിട്ടുണ്ട്. അത് ഒരു നിരന്തരമായിട്ട് അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ കേസ് കൊടുക്കുന്നവരെ പറഞ്ഞാണല്ലോ, ഉമ്മൻചാണ്ടിനെ വിളിച്ച് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അത് ഞങ്ങളുടെ തമാശയുടെ ഭാഗമാണ്. ഇപ്പോൾ എന്തായാലും ഇത് ഓർമ്മിപ്പിച്ചെന്നാ ഇപ്പോൾ കുറച്ച് ദിവസമായി പറ്റിച്ചിട്ട്. അതെന്താ അറിയോ, ഇത്രയും സൗഹൃദം, ഇത്രയും ഒരു ശബ്ദം കേട്ടാൽ നമുക്ക് തിരിച്ചറിയുന്നല്ലേ. ലാലിന് മാത്രം ഫോണിലൂടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്നെ പറ്റിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി എന്നുള്ളത് വലിയ സങ്കടമാണ്. കാരണം വെച്ചാൽ പലപ്പോഴും ഞാൻ ആ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഫോൺ ചെയ്യും, ചിലപ്പോൾ വളരെ വയസ്സായ ഒരാളുടെ ശബ്ദത്തിൽ സത്യനന്ദിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ കുമാരൻ മാഷാണ്. എന്താണ് കുമാരൻ മാഷ്? ഓ താങ്കളൊന്നും ഞാൻ മാഷപ്പോൾ കാണേണ്ട കാര്യമില്ല. ഇയാൾ വിടൂല. അവസാനം ഞാൻ എനിക്ക് ചൂടാവും, ഫോൺ പോയി കട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും വേണ്ടു താങ്കൾ ചോപ്പിച്ചത് എന്തിനാണോ എന്ന് വീണ്ടും തോന്നും. കുറേ നേരം കഴിഞ്ഞാൽ എന്നെ ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലാലിൽ മോഹൻലാലാണെന്ന് പറഞ്ഞ് വിളിക്കും. ഒരു മാഷോടൊക്കെ എത്ര മോശമായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. അത് മോഹൻലാലായിരുന്നു. എനിക്കറിയാൻ പറ്റുന്നില്ല, കാര്യം നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളല്ലേ. അതുപോലെ അസംഖ്യം എത്രയോ തവണ എന്നെ ഫോണിലൂടെ പറ്റിക്കാറുണ്ട്. ലാല് പറ്റിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാരോട് ഞാൻ വളരെ മോഹൻലാലാണെന്ന് വിചാരിച്ചിട്ട് കളി വിടുക. അതൊരു വളരെ ഭയങ്കര നമ്മൾ മാത്രം അറിയുന്ന ഒരു, അതായത് നമ്മുടെ ഇത് എനിക്കും അല്ലെങ്കിൽ സത്യേട്ടനും മാത്രം അനുഭവിക്കാവുന്ന ഒരു രസകരമായ ഒരു കാര്യമാണ്. അതിനെ പുള്ളി അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം, എൻ്റെ ഭാഗ്യം. പൊള്ളാച്ചിയിലെ തമിഴ് തമിഴ് പൊള്ളാച്ചിയിലെ പോലീസ് ഇൻസ്പെക്ടർ വിളിക്കുന്നതാണ്. ഞാൻ എന്താണ്, അപ്പോൾ അന്തിക്കാട് സ്വദേശമായ ഒരു സ്ത്രീയെ ഏതോ ഒരു വഞ്ചന കേസിൽ അറസ്റ്റ് ചെയ്തു, കാറ് മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു പത്രത്തിൽ. എനിക്കറിയില്ല, അവർ അന്തിക്കാടായിരുന്നു ജനിച്ചതെന്ന് പറയുന്നു. പൊള്ളാച്ചി എന്ന് സാർ SIക്ക് കൊടുക്കണേ എന്നൊക്കെ വന്നിട്ട് SI സംസാരിക്കുന്നു. നിങ്ങളെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളറിയാമെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് தெரியாது സാർ, ഞാൻ അറിയാത്ത തമിഴിൽ. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അത് മോഹൻലാലാണെന്ന് ചോദിച്ചത്. ഇങ്ങനെ അത് ഞങ്ങളുടെ മനസ്സ്, ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു കുസൃതി. ഇത് നമുക്ക് എൻജോയ്, നമ്മളെ മൊത്തത്തിൽ ഡ്രൈ ആയിപ്പോയില്ലേ ജീവിതം, അല്ലെങ്കിൽ നിർദോഷമായ തമാശകളാണ്. അല്ല, അത്തരം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലും. വിപിൻ മോഹൻ ക്യാമറ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഷോർട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ വേറെ കാര്യങ്ങൾ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പിൻഗാമി എന്നുള്ള സമയം അത് നിർമ്മിക്കുന്നത് മോഹൻലാലാണ്, അതിൻ്റെ പ്രൊഡ്യൂസർ മോഹൻലാലാണ്. അത് എന്തെങ്കിലും ഷോർട്ട് എടുക്കാൻ ലേറ്റ് ആയാൽ അതിൻ്റെ നഷ്ടം മോഹൻലാലാണ്. അപ്പോൾ ഞങ്ങൾ വളരെ കാര്യമായിട്ട് സംസാരിച്ച് വളരെ ആവേശകരമാകുന്ന സമയത്ത് വിപിൻ വിളിക്കും, ഷോർട്ട് റെഡി. അപ്പോൾ എൻ്റെ അടുത്തില്ല ആര്, ഇയാൾക്ക് എന്തിൻ്റെ കേട്, ഇയാൾക്ക് കുറച്ച് നമുക്ക് കാര്യങ്ങൾ തീർക്കട്ടെ, കാര്യങ്ങൾ സിനിമയ്ക്ക് പുറത്തുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു ഞങ്ങൾ നിർമ്മിച്ച ഒരുപാട് സിനിമ സത്യേട്ടൻ ചെയ്തിട്ടുണ്ട്. അതാണ് നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, രസതന്ത്രം, ഇന്നത്തെ ചിന്താവിഷയം, പിൻഗാമി, അങ്ങനെയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഷീലാമ്മയായിട്ടുള്ള സിനിമ സ്നേഹവീട്. ഇനിയിപ്പോൾ ചെയ്യാം, അതന്നെ കടുവടി വെച്ച് പറഞ്ഞു ചെയ്യാൻ പോകുന്ന സിനിമ. അതിനെ പറ്റിയുള്ള ആലോചനകളും ഞാൻ ഈ വർഷം തന്നെ ലാലിനെ വെച്ചിട്ടുള്ള പ്രോജക്റ്റാണ് ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഒരു പ്രോജക്റ്റ് ഇക്ബാൽ കുറ്റിപ്പുറം എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും അത് വേറൊരു കാസ്റ്റിങ്ങിലാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മോഹൻലാലിനെ വെച്ചിട്ടുള്ള ആശീർവാദിന് വേണ്ടിയിട്ടുള്ള പടം, അതെനിക്ക് തോന്നുന്നു അടുത്ത വർഷം വളരെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കാമെന്ന ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ചിന്തയിലും കൂടിയാണ് ഞാൻ, അതിൻ്റെ ഒരു എഴുത്തിലും കൂടിയാണ്. പിൽക്കാലത്ത് നമ്മൾ വെറുതെ വിളിച്ചപ്പോൾ പറയാണ് ഞാൻ കാറ് ഡ്രൈവർ, ഞാൻ വേറൊരാളായിട്ട് വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് ഞാനൊരു സൈഡിലോട്ട് കാറ് മാറ്റി നിർത്തി സംസാരിച്ചിട്ടുണ്ട്. ആളെ പറ്റി തന്നെ കേട്ട് അദ്ദേഹം നല്ല വെളുത്ത ആളല്ലേ, അത് ഒരാൾ പച്ചയൊന്നാവില്ല, പച്ച, നീല, ഓറഞ്ച്, ചുവപ്പൊക്കെ ആയിട്ട് മാറാൻ തുടങ്ങി പല. അപ്പോൾ ഈ അവസാനം എനിക്ക് പേടിയായി, പുള്ളി ബോധം കെട്ട് വീഴും.